ഐക്കണുകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്കൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു രൂപം, പ്രതിബിംബം അല്ലെങ്കിൽ ഒരു ചിത്രം തുടങ്ങിയ കാര്യങ്ങളാവും. ഡിജിറ്റൽ തലത്തിലാണെങ്കിൽ അത് ഒരു പ്രോഗ്രാമിനെയോ ഉപകരണ ഭാഗത്തെയോ പ്രതിനിധീകരിക്കുന്ന ചെറിയ ചിത്രങ്ങളാവാം. എന്നാൽ ക്രിസ്തീയ ഐക്കണുകളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. അതിലെ രൂപവും ഭാവവും ഏതെല്ലാം രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എപ്രകാരമാണ് മറ്റെന്തിനൊക്കെയോ അത് അർത്ഥമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് CMI സന്യാസ സഭാംഗമായ ഫാദർ ജോബി കൂടക്കാട്ട് ഇന്ന് നമ്മോട് വിശദീകരിക്കുന്നത്. നമ്മളെല്ലാവരും പള്ളികളിലും ആരാധനാലയങ്ങളിലും ചില പ്രത്യേക ഐക്കണുകൾ കാണാറുണ്ട്. ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാകാറില്ല. ചിലപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തേക്കുള്ള ചില അർത്ഥങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഐക്കണുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് ദയവായി ഒന്ന് വിശദീകരിക്കാമോ? ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യത്തിൽ ആദിമകാലം മുതലേ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഐക്കൺ ചിത്രങ്ങളോടുള്ള വണക്കം. ദൈവപുത്രനായ ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഐക്കണുകളാണ് ആദിമകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് മാലാഖമാരുടെയും സ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ ഐക്കണുകൾ വരയ്ക്കപ്പെടുകയും പ്രത്യേകമാം വിധം അവയെ വണങ്ങുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഐക്കൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ ചിത്രം, രൂപം, രൂപസാദൃശ്യം എന്നൊക്കെയാണ്. നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലും സ്മാർട്ട് ഫോണിലുമൊക്കെ ധാരാളം ഐക്കണുകൾ നാം കാണാറുണ്ട്. അവ ഒരിക്കലും അതിൽ തന്നെ പൂർണ്ണമല്ല. ഐക്കൺ ചിത്രങ്ങളും നമ്മെ നയിക്കുന്നത് അതീതമായ ഒരു സത്യത്തിന്റെ ധ്യാനത്തിലേക്കാണ്. ഐക്കൺ ചിത്രങ്ങൾ ഈശോയുടെയോ പരിശുദ്ധ അമ്മയുടെയോ വിശുദ്ധരുടെയോ മാത്രമല്ല, പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ ചില സംഭവങ്ങളെയും ചിത്രീകരിക്കാറുണ്ട്. ക്രിസ്തീയ ഐക്കണുകൾക്ക് ഒരു ഉദാഹരണത്തിന് നോഹയും ജലപ്രളയവും, ഈശോയുടെ ജനനം, കുരിശുമരണം, ഉദ്ധാനം എന്നിങ്ങനെ. സാധാരണഗതിയിൽ ഐക്കൺ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്രത്യേകം രൂപപ്പെടുത്തിയ ചുണ്ണാമ്പ് പൂശിയെടുത്ത മരപ്പലകകളിലാണ്. ഇത്തരം ഐക്കണുകൾ കൊണ്ടു നടക്കുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനുമൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നാൽ വലിയ ചുമരുകളിലും തുണിയിലും ആനക്കൊമ്പിലും സ്വർണം, ചെമ്പ്, വെള്ളി, വിവിധയിനം കല്ലുകൾ എന്നിവയിലുമൊക്കെ മൊസൈക്ക് രീതിയിലോ പലതരം ചായങ്ങൾ ഉപയോഗിച്ചൊക്കെ ഐക്കണുകൾ ചെയ്യാറുണ്ട്. വളരെ കലാപരമായി രൂപീകരിക്കുന്നതും കളറുകളുടെ പ്രത്യേക മിശ്രണങ്ങളും അത് പ്രതിനിധീകരിക്കുന്ന വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നതും വഴിയാണല്ലോ ഒരു ഐക്കൺ കൂടുതൽ മൂല്യമുള്ളതാകുന്നത്, അല്ലേ? ഏതു പ്രതലത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളതല്ല, അവ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അവ സൂചിപ്പിക്കുന്ന ദൈവിക സത്യങ്ങളുമാണ് അവയെ ഐക്കൺ ചിത്രങ്ങളാക്കുന്നത്. സാധാരണ സംസാര ഭാഷകളെ പോലെ തന്നെ ഐക്കണോഗ്രഫിയിലും ഒരു ദൃശ്യഭാഷയുണ്ട്. മറ്റു ഭാഷകളെപ്പോലെ തന്നെ ഇതിനും മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഇവയുടെ ശൈലിയിൽ മാറ്റം വരുത്താറില്ല. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന ഐക്കണുകൾ പുരോഹിതന്റെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശീർവാദവും നടത്തിയതിനു ശേഷമാണ് വണങ്ങുന്നതിനായി നൽകുന്നത്. അതുപോലെ തന്നെ വിശ്വാസ സത്യങ്ങളിലും സഭാ പാരമ്പര്യത്തിലും പരിപൂർണ വിശ്വാസവും ഉള്ളവരാണ് വിശുദ്ധ ഐക്കണുകൾ രൂപപ്പെടുത്തുന്നത്. നമുക്കറിയാം, വിശ്വാസമില്ലാത്ത ഒരുവൻ വരയ്ക്കുമ്പോൾ അത് വെറുമൊരു കലാരൂപം മാത്രമായി അവശേഷിക്കുന്നു. ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുരാതനമായ ഐക്കണുകൾ 5-6 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് സിയന്നയിലെ വിശുദ്ധ കാതറിന്റെ ആശ്രമത്തിലാണ്. എന്നാൽ മറ്റ് പല ചരിത്രരേഖകളിലും 4-ാം നൂറ്റാണ്ട് മുതലേ ഐക്കണുകൾ നിർമ്മിച്ചിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. ഐക്കൺ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഐക്കൺ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അസ്വസ്ഥമായ ഒരു വ്യക്തിയെ ശാന്തമാക്കാനുള്ള കഴിവ് അതിനുണ്ട് എന്നുള്ളതാണ്. നിശബ്ദതയിലാണ് ഐക്കൺ ചിത്രങ്ങളിലെ ഭാഷ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരു ഐക്കൺ ചിത്രത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ചിത്രത്തിലെ മുഖവും പിന്നീട് കരങ്ങളുമാണ്. തുടർന്ന് അതിലെ എഴുത്തുകളും അനുബന്ധ ചിത്രീകരണങ്ങളുമൊക്കെ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഐക്കണുകളിലെ ഭാവങ്ങളും ആന്തരാർത്ഥങ്ങളും നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് അവയുടെ കണ്ണുകളിൽ നിന്നും മറ്റു ഭാവപ്രകടനങ്ങളുടെ അവതരണത്തിൽ നിന്നുമൊക്കെ. കൂടുതൽ സമയം മുഖവും കരങ്ങളും അവയുടെ ഭാവങ്ങളും ശ്രദ്ധിക്കുന്നത് വഴി
നമ്മുടെ മനസ്സിന്റെ അനാവശ്യങ്ങളായ അസ്വസ്ഥതകളെക്കുറിച്ചും അർത്ഥമില്ലാത്ത ആകുലതകളെക്കുറിച്ചും നാം ബോധവാന്മാരാവുകയും തീർത്തും ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് വരുവാനും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും നമുക്ക് സാധിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാവങ്ങൾ ഐക്കണുകളിൽ ചിത്രീകരിക്കാറുണ്ട്. ആ ഭാവങ്ങൾ മനസ്സിലാക്കുവാനായിട്ടാണ് ഐക്കണുകളുടെ മുഖവും കരങ്ങൾ സൂചിപ്പിക്കുന്ന രീതികൾ, വിരലുകളുടെ നീളം, അങ്ങനെ അതിന് ഓരോ അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കരങ്ങളിലേക്കും മുഖത്തേക്കും കൂടുതലായിട്ട് നോക്കുന്തോറും നമുക്ക് കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമെന്ന് പറയാൻ കാരണം. ഇനി നിശ്ചല ദൃശ്യങ്ങളായിട്ടാണ് പല ഐക്കൺ ചിത്രങ്ങളും നാം കാണാറുള്ളത്. ഇതിന് കാരണം ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്കണുകളിലെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ കണ്ണുകൾ തുറന്നിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ നമ്മുടെ ലോകത്തെക്കുറിച്ച് നിതാന്ത ജാഗ്രതയുള്ളവരും അതുപോലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരുമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിശ്ചല ദൃശ്യങ്ങൾ എന്നതുകൊണ്ട് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നിശ്ചലമായ ശരീരവും എന്നാൽ ചലിക്കുന്ന ആത്മാവും എന്നുകൂടി അതിനൊരു അർത്ഥം നൽകുന്നുണ്ട്. തീർച്ചയായും ചലിക്കുന്ന ആത്മാവ്, അത് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന, ദൈവത്തിനു വേണ്ടി ചലിക്കുന്ന സജീവമായ ഒരു ആത്മാവ് എന്നതുകൂടി അതിന് അർത്ഥമുണ്ട്. അപ്പോ ഐക്കൺ ചിത്രങ്ങള് നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവെ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഈ ദൈവ മനുഷ്യ ബന്ധമാണ് ഐക്കൺ ചിത്രങ്ങൾ വെളിവാക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, അസ്വസ്ഥവും ക്രമരഹിതവുമായ ഈ ലോകത്തിൽ നിന്ന് സ്വസ്ഥതയിലേക്കും ശാന്തതയിലേക്കും ദൈവിക സത്യങ്ങളുടെ ധ്യാനത്തിലേക്കും ആണ് ഐക്കൺ ചിത്രങ്ങൾ നമ്മെ നയിക്കുന്നത്. ഐക്കൺ ചിത്രങ്ങളില് നിറങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലേ? അതെ, ഐക്കൺ ചിത്രങ്ങളിലെ നിറങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പൊതുവെ ഐക്കൺ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത് നിറങ്ങളിലെ ദൈവശാസ്ത്രം എന്നൊക്കെ ഐക്കണുകളെക്കുറിച്ച് പറയാറുണ്ട്. ഐക്കൺ ചിത്രത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾക്ക് സൂചനകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചുമപ്പ് രക്തത്തിന്റെ നിറമാണ്. അത് ഊർജ്ജസ്വലമായ ജീവനെയും രക്തസാക്ഷിത്വത്തെയും മരണത്തെയും സൂചിപ്പിക്കാനായിട്ട് ഐക്കണുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ നാം ഐക്കണുകൾ കണ്ടിട്ടുള്ളപ്പോൾ നമുക്ക് അറിയാം, ഐക്കണുകളുടെ തലയുടെ പുറകിലായിട്ട് സ്വർണ്ണ നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം കാണുന്നു. അതിന്റെ അർത്ഥം വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ നിത്യമായ പ്രകാശത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൈവം നിത്യമായ പ്രകാശമാണ്, ദൈവമാണ് നിത്യമായ പ്രകാശം. അപ്പോൾ ആ പ്രകാശത്തില് ദൈവത്തിലെ വിലയം പ്രാപിച്ചവര് എന്നുള്ള അർത്ഥത്തിലാണ് തലയുടെ ചുറ്റും സ്വർണ്ണ നിറം കൊടുക്കുന്നത്. അതുപോലെ പച്ച നിറം ജീവനെയും വളർച്ചയെയും സൂചിപ്പിക്കാനായിട്ട് നൽകുന്നു. നീല നിറം സ്വർഗത്തെയും പർപ്പിൾ നിറം രാജകീയതയെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ വസ്ത്രം പലപ്പോഴും ഈ പർപ്പിൾ നിറം അല്ലെങ്കിൽ ഏകദേശം ഒരു നീലയും വയലറ്റും കൂടിയ ഒരു നിറം സ്വർഗത്തെയും അല്ലെങ്കിൽ സ്വർഗീയമായ രാജകീയതയൊക്കെ സൂചിപ്പിക്കാനായിട്ട്, ദൈവത്തിന്റെ അമ്മ എന്നുള്ള ആ രാജകീയതയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ആ നിറം പലപ്പോഴും നൽകുന്നത്. ഐക്കണുകളിൽ ഉപയോഗിക്കാറുള്ള നിറക്കൂട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അതിലുപയോഗിക്കുന്ന ചായങ്ങളുടെ മിശ്രണങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തീർച്ചയായും ഉണ്ട്. പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ഐക്കണുകൾക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്ന ചായങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നവയാണ്. പ്രധാനമായും വിവിധ നിറങ്ങളിലുള്ള മണ്ണുകൾ, മാർബിൾ കല്ലുകൾ പൊടിച്ചത്, അല്ലെങ്കിൽ പൂക്കളുടെയോ ഇലകളുടെയോ മിശ്രിതം, സ്വർണം, കോഴിമുട്ട, വീഞ്ഞ്, മത്സ്യങ്ങളുടെ കൊഴുപ്പ്, സസ്യ എണ്ണ, ഇങ്ങനെ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ ഉൾപ്പെടുത്തി സൃഷ്ടിയുടെ മകുടം എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യന്റെ അധ്വാനവും പ്രാർത്ഥനയും ശ്വാസവും ശ്രദ്ധയുമെല്ലാം ഓരോ ഐക്കൺ രൂപപ്പെടുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഐക്കണുകളില് ദൈവിക രഹസ്യങ്ങള് അടങ്ങിയിട്ടുണ്ടല്ലേ, ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിലൂടെ അതിനെ ഒന്ന് വിശദീകരിക്കാമോ? ഓരോ ഐക്കണുകളും കാണുമ്പോൾ, പ്രാർത്ഥനാപൂർവം അവയെ ധ്യാനിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളും സഭയുടെ വിശ്വാസ സത്യങ്ങളുമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതൊരു തരത്തില് വിശ്വാസ പ്രഘോഷണം കൂടിയാണ്. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഐക്കണെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വളരെ പരമ്പരാഗതമായിട്ട് 4-5 നൂറ്റാണ്ടുകളിൽ മുതലേ വണങ്ങപ്പെടുന്ന
ഒത്തിരിയേറെ പാശ്ചാത്യ പൗരസ്ത്യ ദേവാലയങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഐക്കണാണ് ക്രൈസ്റ്റ് പാന്തക്രാത്തോർ എന്ന ഐക്കൺ. ഈ പേരിനർത്ഥം സർവാധിപനായ ക്രിസ്തു എന്നാണ്. ഇടത് കൈയിൽ പുസ്തകവും വലത് കൈകൊണ്ട് ആശീർവദിക്കുന്നതുമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഐക്കൺ ഈശോയുടെ തിരുക്കച്ചയിൽ നിന്നും രൂപസാദൃശ്യം സ്വീകരിച്ചാണ് വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഉണ്ടായ വെളിപാട്: ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. തുടർന്ന് വായിക്കുന്നു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് ക്രൈസ്റ്റ് പാന്തക്രാത്തോർ എന്ന ഐക്കൺ ആധാരം. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കാനായി 3 വിരലുകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ ക്രൈസ്റ്റ് പാന്തക്രാത്തോർ എന്ന ഐക്കണിൽ ഈശോ 3 വിരലുകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നിത്യപുരോഹിതനായ ഈശോ ആശീർവദിക്കുന്നതായും പരിശുദ്ധ ത്രിത്വത്തെയും സൂചിപ്പിക്കുന്നു. മറ്റ് 2 വിരലുകൾ മിശിഹായുടെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഐക്കണിലെ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖത്തിന്റെ വലതുഭാഗവും ഇടതുഭാഗവും 2 ഭാവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ആശീർവദിക്കുന്ന വലതുഭാഗം കണ്ണുകൾ ശാന്തമാണ്. അത് ഈശോയുടെ കരുണ എന്ന ഭാവമാണ് സൂചിപ്പിക്കുന്നത്. വലതുഭാഗം തീവ്രവും ജ്വലിക്കുന്നതുമായ കണ്ണ് സൂചിപ്പിക്കുന്നത് ഈശോയുടെ നീതി എന്ന ഭാവത്തെയാണ്. വലത് കണ്ണ് നമ്മെ നേരെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. അതിനർത്ഥം അന്ത്യവിധി എന്നത് നീതിപൂർണമായിരിക്കും എന്നതാണ്. ക്രൈസ്റ്റ് പാന്തോക്രാത്തോർ എന്ന ഈ ഐക്കൺ ഗലീലയിലെ യേശു എന്നതിനേക്കാൾ ലോകരാജാവായ ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഐക്കണുകൾ നിർമ്മിക്കപ്പെട്ടതിന്റെ പ്രധാന ഉദ്ദേശം, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്നത് പ്രാർത്ഥനയ്ക്കും ദൈവിക രഹസ്യങ്ങളുടെ ധ്യാനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഐക്കണുകൾ ദൈവിക സത്യത്തിലേക്കുള്ള വാതിൽ എന്ന് പറയപ്പെടുന്നത്. ഐക്കണുകൾ നമ്മോട് സംവദിക്കുന്നത് അത് ഈശോയുടെയോ മാതാവിന്റെയോ വിശുദ്ധരുടെയോ ഏതാണെങ്കിലും അവരുടെ സാന്നിധ്യവും ആത്മീയ സ്വഭാവവുമാണ് ഓരോ ഐക്കണുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ വണങ്ങുകയും തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളുടെ മുഖത്തെ ദൈവപിതാവിന്റെ ഛായയും സാദൃശ്യവും കണ്ടെത്തുമ്പോഴാണ് ഐക്കണുകളുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത്. അതിനുള്ള മാർഗമായി ഐക്കൺ ചിത്രങ്ങളെ ധ്യാനിക്കുവാനും ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി ഉയരുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഐക്കണോഗ്രഫിയെ സംബന്ധിച്ച് അടുത്തിടെ റോമിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഏക ഭാരതീയൻ എന്ന നിലയിൽ ഫാദർ ജോബിക്ക് വളരെ സന്തോഷമുണ്ടാകുമെന്നറിയാം. കാരണം വൈദികർക്കും സന്യസ്തർക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അത്ര താല്പര്യമുള്ള ഒരു പഠന മേഖലയായി സാധാരണ കാണാറില്ല. എന്നിരുന്നാലും വീടുകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും ഇത്തരം രൂപങ്ങൾ, ചിത്രങ്ങൾ പലപ്പോഴും നാം പ്രദർശിപ്പിക്കാറുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് പല രീതിയിലും നമ്മെ സ്വാധീനിക്കാറുമുണ്ട്. അപ്പോൾ ഐക്കണുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയെ കൂടുതൽ അർത്ഥവത്തായി മനസ്സിലാക്കുന്നതിനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ പഠനം വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനയിലും നമ്മെ കൂടുതൽ സഹായിക്കുമെന്ന് കരുതട്ടെ. മുഖാമുഖം പരിപാടിയാണ് വത്തിക്കാൻ റേഡിയോയുടെ സംപ്രേഷണത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.